ഹലോ ആൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് പച്ചടി ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാം ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഞാൻ ഒരു ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാമെന്നുള്ളതാണ്. ഞാനിന്നിവിടെ ഒരു ബീറ്റ്റൂട്ടാണ് കാണിക്കുന്നത്. ഈ ബീറ്റ്റൂട്ടിൻ്റെ ആദ്യം നമുക്കിതിൻ്റെ ആ ഇലഭാഗങ്ങളൊക്കെ നല്ല റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലി നൈസായിട്ട് നമ്മളതിനെ റിമൂവ് ചെയ്യണം. നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ കഴുകിയെടുക്കണം. മൊത്തം അരിഞ്ഞിട്ട് കഴിയാൻ നിൽക്കരുത്. കാരണം നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ഒരുപാട് നല്ല കളറും നല്ല ഇതൊക്കെ ആ വെള്ളത്തിലങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് നമ്മൾ തൊലി റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴുകിയിട്ട് വേണം അരിയാനായിട്ട്. അരിഞ്ഞിട്ടൊരിക്കലും നമ്മൾ ബീറ്റ്റൂട്ട് പോലുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴുകരുത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ശ്രദ്ധിച്ച് നമ്മൾ സ്കിന്നെല്ലാം റിമൂവ് ചെയ്യണം. ഇത് സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനെ വാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വാഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് നമ്മൾ ബീറ്റ്റൂട്ടിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം ഇതുപോലെ കുറുകിയ ഒരു 2 പീസായിട്ട് മാറ്റിയിട്ട് നമ്മൾ അതിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വളരെ കനം കുറച്ചാണ് അടുത്ത് അരിഞ്ഞെടുക്കേണ്ടത്. എന്തെന്ന് വെച്ചാൽ നമ്മളിതിനെ വേവിച്ചതിന് ശേഷം നമ്മളിതിനെ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കും. അതിന് നമ്മൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ കട്ടി ഒന്ന് കൂടി നമ്മൾ സ്ലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം മുരു പോലും നല്ല മഷി പോലെ അരിഞ്ഞ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളിതിനെ എല്ലാത്തിനെയും ഒരേ ലെവലിൽ നമ്മളിതാ വളരെ ചെറിയ തിന്നായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് നമ്മളിതിനെ മാറ്റണം. ഇതുപോലെ ഇരിക്കണം. എല്ലാം ഇതേ പാകത്തിന് വേണം നമ്മൾ അരിഞ്ഞെടുക്കേണ്ടതായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാകുമ്പോൾ നമുക്ക് മിക്സിയിലിടുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരുപോലെ നമുക്ക് അരിഞ്ഞ് കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാ കഷ്ണത്തിനെയും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഗ്രേറ്ററിൽ തന്നെ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, നമുക്ക് അത് വെച്ച് ചെയ്യാമെന്നുള്ളതാണ്. അത് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും. ഞാനിന്നിവിടെ കത്തി വെച്ചാണ് കാണിക്കുന്നത്. കാരണം എനിക്ക് കുറച്ചുകൂടെ ഫ്ലോ വന്നിട്ട് കത്തി വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ എല്ലാം നല്ല തിൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ വേവിക്കാൻ വയ്ക്കാം. അതിനെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മളെ ബീറ്റ്റൂട്ട് കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഇട്ടതിന് ശേഷം നമുക്കിതിനെ അടുപ്പിൽ വയ്ക്കാം. ഇനി നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിൻ്റെ അളവെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് നിറയുന്ന കണക്കിന് വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ജസ്റ്റ് നിറയുന്ന രീതിയിൽ നമുക്കിതിന് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം. കാരണം വെള്ളം കുറച്ചായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ട് തിളയ്ക്കാൻ വെക്കണം. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനെ അടച്ച് വയ്ക്കുകയൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് കുറച്ചുകൂടെ നമ്മൾ അതിന് വേണ്ടി ഒന്ന് വേവിക്കാനായിട്ട് നമ്മൾ വയ്ക്കണം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് കൂടെ ഞാൻ സിമ്മിലിട്ട് വയ്ക്കുകയാണ്. ഇതിപ്പോൾ നല്ല വെന്ത ബീറ്റ്റൂട്ടാണ്. നമ്മളിതിനെ തണുക്കാൻ വയ്ക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതിനെ മിക്സി ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാവൂ. ചൂടോടുകൂടി നമ്മൾ അരച്ചെടുക്കരുത്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പോലെ തണുത്തതിന് ശേഷം ഇതിനെ നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വെള്ളം ആഡ് ചെയ്യാതെ തന്നെ നമുക്കിതുപോലെ നല്ല നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് കിട്ടും. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ മിക്സ്ചർ റെഡി. ഇനി നമുക്കിതിന് ആവശ്യമുള്ള അരപ്പ് നമുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് അതേ മിക്സിയിൽ തന്നെ ഞാൻ 2 പച്ചമുളകിനെ അരിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ചെറിയ ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലി കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു 3 പിടി തേങ്ങ. കാരണം ഞാനെടുത്ത ബീറ്റ്റൂട്ടിന് 3 പിടി തേങ്ങ മതിയാവും. അത് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ തേങ്ങ ആഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇതിലാവശ്യത്തിന് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അരച്ചതിന് ശേഷം നമ്മൾ 1/2 സ്പൂണ് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിൻ്റെ മിക്സറിലോട്ട് നമുക്ക് ഈ മിക്സറിനെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേരുവയാണ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ തൈരാണ്. തൈര് എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തൈര് ആഡ് ചെയ്താൽ നമ്മളെ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ കിട്ടുന്നത്. സോ ആദ്യം നമ്മൾ വന്നിട്ട് ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെക്ക് ചെയ്യണം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ കുറച്ച് തൈരിൻ്റെ പുളിപ്പ് അതിൽ കിട്ടിയതിന് ശേഷം നമ്മളതിനെ ഈ തൈര് ആഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. അതുവരെ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കണം. ഇതിപ്പോൾ എനിക്ക് വന്നിട്ട് ഒരു 4 സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തത്. എനിക്കതിന് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബീട്രൂട്ടിൻ്റെ മിക്സ്ചർ റെഡി. ഇനി നമുക്കിതിനെ താളിച്ചെടുക്കണം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ ശകലം വെളിച്ചെണ്ണയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കണം. കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്കിതിൽ വറ്റൽമുളക് കൂടെ ആഡ് ചെയ്യാം. അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ കറിവേപ്പില കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം ഹൈ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ നമുക്ക് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളതിനെ സിമ്മിലിട്ടിട്ട് വേണം നമ്മളതിനെ താളിച്ചെടുക്കേണ്ടത്. നല്ല പുളിയുള്ള തൈര് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതാകുമ്പോൾ നമുക്ക് നല്ല ഒരു ടേസ്റ്റാണ് നമ്മളെ ബീട്രൂട്ട് പച്ചടിക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഫൈനലായിട്ടുള്ള സീസണിങ് റെഡിയായി. ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ മിക്സറിലോട്ട് തന്നെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ചൂടാക്കാൻ വെക്കണം. ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, തിളപ്പിക്കാൻ പാടില്ല. പതഞ്ഞ് വരുന്നതിന് മുമ്പേ തന്നെ ചെറുതൊന്ന് ചൂടായിട്ട് ഉടനെ നമുക്ക് ഗ്യാസിന് ഓഫ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ബീട്രൂട്ട് പച്ചടി. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യലായ ബീട്രൂട്ട് പച്ചടി റെഡി. നിങ്ങളിതെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, അടിപൊളിയൊരു ഡിഷാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹാപ്പി ഓണം ടു ആൾ.